20/7/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 25/2/2006 മധുബൻ. ഇന്ന് ഉത്സവത്തിൻ്റെ ദിവസത്തിൽ മനസ്സിൻ്റെ ഉന്മേഷത്തിലൂടെയും ഉത്സാഹത്തിലൂടെയും മായയിൽ നിന്നും മുക്തമായിരിക്കുന്നതിൻ്റെ വ്രതം എടുക്കൂ. മേഴ്സിഫുൾ ആയി മാസ്റ്റർ മുക്തിദാതാവാകൂ. കൂടെ പോകണം എന്നുണ്ടെങ്കിൽ സമാനമാകൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള അതിസ്നേഹികളായ കുട്ടികളുടെ ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞ മധുരമധുരമായ സ്നേഹസ്മരണകളും ആശംസകളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും മനസ്സിൽ ബാബ്ദാദയുടെ ജന്മദിനത്തിൻ്റെ ഉന്മേഷം നിറഞ്ഞ ആശംസകൾ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. നിങ്ങളേവരും വിശേഷിച്ച് ഇന്ന് ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണോ അതോ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണോ? ബാബ്ദാദയും ഓരോ സ്നേഹപൂർവം തിരിച്ചു കിട്ടിയ ഓമന സന്താനങ്ങൾക്ക് കുട്ടികളുടെ ജന്മദിവസത്തിൻ്റെ കോടി 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 മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷത ഇതാണ്. മുഴുവൻ കൽപ്പത്തിലും ഇല്ലാത്തതാണ് ഇന്നുള്ളത്. അതെന്തെന്നാൽ പിതാവിൻ്റെയും കുട്ടികളുടെയും ജന്മദിനം ഒരുമിച്ചാണ്. ഇതിനെ പറയുന്നത് വിചിത്ര ജയന്തി എന്നാണ്. മുഴുവൻ കൽപ്പത്തിലും ചുറ്റിക്കറങ്ങി നോക്കൂ. ഇങ്ങനെയുള്ള ജയന്തി എപ്പോഴെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ബാബ്ദാദ കുട്ടികളുടെ ജയന്തി ആഘോഷിക്കുകയാണ്. കുട്ടികൾ ബാബ്ദാദയുടെ ജയന്തി ആഘോഷിക്കുകയാണ്. പേര് ശിവജയന്തി എന്ന് പറയുന്നു. എന്നാൽ ഇത് ഇങ്ങനെയുള്ള ഒരു ജയന്തിയാണ്. അതായത് ഈ ഒരു ജയന്തിയിൽ അനേകം ജയന്തി ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും വളരെയധികം സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ബാബയ്ക്ക് ആശംസകൾ നൽകാൻ വന്നിരിക്കുകയാണ്. ബാബ നമുക്ക് ആശംസകൾ നൽകാൻ വന്നിരിക്കുകയാണ്. കാരണം പിതാവിൻ്റെയും കുട്ടികളുടെയും ജന്മദിനം ഒരുമിച്ചാവുക എന്നത് അതിസ്നേഹത്തിൻ്റെ അടയാളമാണ്. ബാബയ്ക്ക് കുട്ടികളെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. കുട്ടികൾക്കും ബാബയെ കൂടാതെ ചെയ്യാൻ സാധിക്കില്ല. ജന്മവും ഒരുമിച്ചാണ്. സംഗമയുഗത്തിൽ കഴിയുന്നതും ഒരുമിച്ചാണ്. കാരണം ബാബയും കുട്ടികളും കമ്പൈൻഡാണ്. വിശ്വമംഗളത്തിൻ്റെ കാര്യവും ഒരുമിച്ചാണ്. ഒറ്റയ്ക്ക് ബാബയ്ക്കും ചെയ്യാൻ സാധിക്കില്ല, കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കില്ല. ഒരുമിച്ചാണ്. ബാബയുടെ വാഗ്ദാനമാണ് ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് പോകും. ഒരുമിച്ച് പോകുമല്ലോ, വാഗ്ദാനമാണല്ലോ. പിതാവിൻ്റെയും കുട്ടികളുടെയും ഇത്രയും സ്നേഹം കണ്ടിട്ടുണ്ടോ അതോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിനാൽ ഈ സംഗമയുഗത്തിന് മഹത്വമുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ സ്മാരകം ഭിന്ന ഭിന്ന മേളകളിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ ശിവജയന്തിയുടെ ദിവസം ഭക്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരൂ. എപ്പോൾ വരും, എങ്ങനെ വരും? ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് ഭക്തരോട് സ്നേഹവുമുണ്ട്, ദയയും വരുന്നു. എത്ര പ്രയത്നിക്കുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കൾ അന്വേഷിച്ചുവോ അതോ ബാബ താങ്കളെ അന്വേഷിച്ചോ? ആരാണ് അന്വേഷിച്ചത്? താങ്കൾ അന്വേഷിച്ചുവോ? താങ്കളാണെങ്കിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ നോക്കൂ, കുട്ടികൾ ഏത് കോണിൽ നഷ്ടപ്പെട്ടു പോയിട്ടും ബാബ കുട്ടികളെ അന്വേഷിച്ചു. ഇന്നും നോക്കൂ, ഭാരതത്തിലെ അനേകം രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ്. എന്നാൽ വിദേശവും കുറവല്ല. 100 ദേശങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ്. എന്ത് പ്രയത്നമാണ് ചെയ്തത്? ബാബയുടേതാകുന്നതിന് എന്ത് പ്രയത്നം ചെയ്തുവോ? ആരാണോ ബാബയെ അന്വേഷിക്കുന്നതിൽ പ്രയത്നിച്ചത് അവർ കൈ ഉയർത്തു.
ഭക്തിയിൽ ചെയ്തു. എന്നാൽ എപ്പോഴാണോ ബാബ കണ്ടെത്തിയത് പിന്നെ പ്രയത്നിച്ചുവോ? സെക്കൻഡിൽ കരാർ നടത്തി. ഒരു വാക്കിൽ കരാർ ഉണ്ടായി. ആ ഒരു വാക്ക് ഏതാണ്? എൻ്റേത്. കുട്ടികൾ പറഞ്ഞു എൻ്റെ ബാബ. ബാബ പറഞ്ഞു എൻ്റെ കുട്ടികൾ. നടന്നു കഴിഞ്ഞു. ചിലവ് കുറഞ്ഞ കരാറാണോ അതോ പ്രയാസമുള്ളതാണോ? ചിലവ് കുറഞ്ഞതാണല്ലോ. കുറച്ചൊക്കെ പ്രയാസമാണ് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ഇടയ്ക്കിടയ്ക്ക് പ്രയാസമായി തോന്നുന്നുണ്ടല്ലോ, അതോ ഇല്ലേ? സഹജമാണ്. എന്നാൽ തൻ്റെ ദൗർബല്യങ്ങൾ പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നു. ബാപ്ദാദ കാണുന്നുണ്ട്. ഭക്തരും ആരാണോ സത്യമായ ഭക്തർ, സ്വാർത്ഥ ഭക്തരല്ല, സത്യമായ ഭക്തർ, ഇന്നത്തെ ദിവസം വളരെ സ്നേഹത്തോടെ വ്രതം വയ്ക്കുന്നു. താങ്കൾ ഏവരും വ്രതം എടുത്തിരിക്കുകയാണ്. അവർ ഏതാനും ദിവസങ്ങളുടെ വ്രതം വയ്ക്കുന്നു. താങ്കളേവരും ഇങ്ങനെയുള്ള വ്രതമാണ് വച്ചത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു വ്രതം 21 ജന്മം നിലനിൽക്കുന്നു. അവർ ഓരോ വർഷവും ആഘോഷിക്കുന്നു, വ്രതം വയ്ക്കുന്നു. താങ്കൾ കൽപ്പത്തിൽ ഒരു തവണ വ്രതം എടുക്കുന്നു. അതിലൂടെ 21 ജന്മത്തേക്ക് മനസ്സുകൊണ്ട് വ്രതം വെക്കേണ്ടി വരുന്നില്ല, ശരീരം കൊണ്ട് വ്രതം വെക്കേണ്ടി വരുന്നില്ല. വ്രതം താങ്കളും എടുക്കുന്നു. ഏതൊരു വ്രതമാണ് എടുത്തത്? പവിത്ര വൃത്തി, ദൃഷ്ടി, കൃതി. പവിത്ര ജീവിതത്തിൻ്റെ വ്രതം എടുത്തു. ജീവിതം തന്നെ പവിത്രമായി. പവിത്രത കേവലം ബ്രഹ്മചര്യ വ്രതമല്ല, എന്നാൽ ജീവിതത്തിൽ ആഹാരം, വ്യവഹാരം, ലോകം, സംസ്കാരം എല്ലാം പവിത്രം. ഇങ്ങനെയുള്ള വ്രതം എടുത്തുവോ? തലകുലുക്കൂ. എടുത്തുവോ? ഉറച്ച രീതിയിൽ എടുത്തുവോ? ഉറപ്പുള്ളതാണോ അതോ കുറച്ചൊക്കെ ഉറപ്പില്ലാത്തതാണോ? ശരി. ഒരു മഹാഭൂതമായ കാമത്തിൻ്റെ വ്രതമാണോ എടുത്തത് അതോ 4ൻ്റെയും എടുത്തുവോ? ബ്രഹ്മചാരി ആയി കഴിഞ്ഞു. എന്നാൽ ശേഷമുള്ള 4 അതിൻ്റെയും വ്രതം എടുത്തുവോ? ക്രോധത്തിൻ്റെ വ്രതം എടുത്തുവോ അതോ അതിന് ഒഴിവുണ്ടോ? ക്രോധിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ടോ? 2ാമത്തെ നമ്പറാണല്ലോ, അപ്പോൾ സാരമില്ല എന്നല്ലല്ലോ. ഏതുപോലെ മഹാഭൂതത്തെ മഹാഭൂതമായി മനസ്സിലാക്കി മനസ്സിലും വാക്കിലും കർമ്മത്തിലും ഉറച്ച വ്രതം എടുത്തുവോ? അതേപോലെ തന്നെ ക്രോധത്തിൻ്റെയും വ്രതം എടുത്തുവോ? നമ്മൾ ക്രോധത്തിൻ്റെയും വ്രതം എടുത്തു എന്നാരാണോ മനസ്സിലാക്കുന്നത്, ശേഷവും കുട്ടികളുണ്ട്. ലോഭം, മോഹം, അഹങ്കാരം. എന്നാൽ ബാപ്ദാദ ഇന്ന് ക്രോധത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആരാണോ ക്രോധമാകുന്ന വികാരത്തിൻ്റെ പൂർണ്ണ വ്രതം എടുത്തത്, മനസ്സിൽ പോലും ക്രോധമില്ലാത്തത്, ഹൃദയത്തിൽ പോലും ക്രോധത്തിൻ്റെ ഫീലിംഗ് ഇല്ലാത്തത്, ഇങ്ങനെയാണോ? ഇന്ന് ശിവജയന്തിയാണല്ലോ. ഭക്തർ വ്രതം വയ്ക്കും. അപ്പോൾ ബാപ്ദാദയും വ്രതത്തെക്കുറിച്ച് ചോദിക്കുമല്ലോ. സ്വപ്നത്തിൽ പോലും ക്രോധത്തിൻ്റെ അംശം വരിക സാധ്യമല്ല എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. വരാൻ സാധിക്കില്ല എന്നാണോ? വരുന്നില്ലേ? കുറച്ചുപേർ കൈ ഉയർത്തി. ശരി. ആരെല്ലാമാണോ കൈ ഉയർത്തിയത് അവരുടെ ഫോട്ടോ എടുക്കൂ. കാരണം ബാപ്ദാദ താങ്കൾ കൈ ഉയർത്തി എന്നതുകൊണ്ട് അംഗീകരിക്കില്ല. താങ്കളുടെ ഒപ്പമുള്ളവരിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങും, പിന്നെ പ്രൈസ് നൽകും. നല്ല കാര്യമാണ്. കാരണം ബാപ്ദാദ കണ്ടു ക്രോധത്തിന് അംശവും ഉണ്ട്. ഈർഷ്യ, ജലസി, ഇതും ക്രോധത്തിൻ്റെ കുട്ടികളാണ്. എന്നാൽ നല്ലതാണ്. ധൈര്യം ആര് വെച്ചുവോ അവർക്ക് ബാപ്ദാദ ഇപ്പോഴും ആശംസകൾ നൽകുകയാണ്. എന്നാൽ സർട്ടിഫിക്കറ്റിന് ശേഷം പിന്നെ പ്രൈസ് നൽകും. കാരണം ബാപ്ദാദ ഏതൊരു ഹോംവർക്ക് നൽകിയോ അതിൻ്റെ റിസൾട്ടും ബാപ്ദാദ നോക്കുകയാണ്.
ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എന്താണ് ചെയ്യാറുള്ളത്? ഒന്നാമതായി കേക്ക് മുറിക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇനി 1 മാസം അവശേഷിക്കുന്നു. ഈ 2 മാസത്തിൽ താങ്കൾ വ്യർത്ഥ സങ്കല്പത്തിൻ്റെ കേക്ക് കട്ട് ചെയ്തുവോ? ആ കേക്കാണെങ്കിൽ വളരെ സഹജമായി മുറിക്കുന്നുണ്ടല്ലോ. ഇന്നും മുറിക്കും. എന്നാൽ വേസ്റ്റ് തോട്ട്സിൻ്റെ കേക്ക് മുറിച്ചുവോ? മുറിക്കേണ്ടി വരുമല്ലോ. കാരണം കൂടെ പോകേണ്ടതുണ്ട്. ഇത് ഉറച്ച വാഗ്ദാനമാണല്ലോ. അതായത് കൂടെ ഉണ്ട്, കൂടെ പോകും. കൂടെ പോകണമെങ്കിൽ സമാനം ആകേണ്ടി വരുമല്ലോ. അഥവാ കുറച്ചൊക്കെ അവശേഷിക്കുകയാണെങ്കിൽ 2 മാസം പൂർത്തിയായി കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുവാൻ എവിടെ നിന്നെല്ലാം വന്നിരിക്കുകയാണ്? പ്ലെയിനിലും വന്നിരിക്കുകയാണ്, ട്രെയിനിലും വന്നിരിക്കുകയാണ്, കാറുകളിലും വന്നിരിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്, ഓടി ഓടി വന്നിരിക്കുന്നു. എന്നാൽ ബർത്ത്ഡേക്ക് ആദ്യം ഗിഫ്റ്റും നൽകുന്നു. അപ്പോൾ 1 മാസം അവശേഷിക്കുകയാണ്. ഹോളിയും വരാൻ പോകുന്നു. ഹോളിയിലും ചിലത് കത്തിക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഏതൊരു വേസ്റ്റ് തോട്ട്സിൻ്റെ ബീജമാണോ ഉള്ളത്, അഥവാ ബീജം അവശേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തായ്തടി പുറത്തു വരും, ചിലപ്പോൾ ശാഖയും പുറത്തു വരും. അപ്പോൾ ഇന്നത്തെ ഉത്സവത്തിൻ്റെ ദിവസത്തെ മനസ്സിൻ്റെ ഉന്മേഷത്തിലൂടെ, ഉത്സാഹത്തിലൂടെ, മനസ്സിൻ്റെ ഉന്മേഷവും ഉത്സാഹവും വായ്കൊണ്ടല്ല, മനസ്സിൻ്റെ ഉന്മേഷത്തിലൂടെ, ഉത്സാഹത്തിലൂടെ കുറച്ചൊക്കെ എന്താണോ അവശേഷിക്കുന്നത്, മനസ്സിൽ ആയാലും വാക്കിൽ ആയാലും സംബന്ധ സമ്പർക്കത്തിലായാലും, ഇന്ന് ബാബയുടെ ബർത്ത്ഡേക്ക് ബാബയ്ക്ക് ഈ ഗിഫ്റ്റ് നൽകാൻ സാധിക്കുമോ? മനസ്സിൻ്റെ ഉന്മേഷത്തിലൂടെയും ഉത്സാഹത്തിലൂടെയും നൽകാൻ സാധിക്കുമോ? നേട്ടം താങ്കൾക്കാണ്. ബാബയ്ക്കാണെങ്കിൽ നോക്കേണ്ടതുണ്ട്. ആരാണോ ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ ധൈര്യം വയ്ക്കുന്നത്, ചെയ്തു തന്നെ കാണിക്കും, ബെസ്റ്റാക്കി കാണിക്കും. അവർ കൈ ഉയർത്തൂ. ഉപേക്ഷിക്കേണ്ടി വരും. ചിന്തിക്കൂ. വാക്കിൽ പോലും പാടില്ല, സംബന്ധ സമ്പർക്കത്തിലും പാടില്ല. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? മധുബനിലുള്ളവരിലും ഉണ്ട്, ഫോറിനിലുള്ളവരിലും ഉണ്ട്, ഭാരതവാസികളിലും ഉണ്ട്. കാരണം ബാബ്ദാദയ്ക്ക് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ബാബ്ദാദ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പോകണം, ആരും അവശേഷിക്കരുത് എന്നാണ്. കൂടെ പോകും എന്ന് വാഗ്ദാനം ചെയ്തു എന്നിരിക്കെ സമാനം ആകേണ്ടി തന്നെ വരും. സ്നേഹമുണ്ടല്ലോ. പ്രയാസത്തോടെ അല്ലല്ലോ കൈ ഉയർത്തിയത്. ബാബ്ദാദ ഈ സംഘടനയുടെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ഭാവിക്ക് സമാനമായ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നു. കേവലം ദൃഢസങ്കല്പത്തിൻ്റെ ധൈര്യം വയ്ക്കൂ. വലിയ കാര്യമല്ല, എന്നാൽ സഹനശക്തി വേണം, ഉൾക്കൊള്ളുവാനുള്ള ശക്തി വേണം. ഈ 2 ശക്തികൾ ആരിൽ സഹനശക്തിയുണ്ടോ, ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ടോ, അവർ ക്രോധമുക്തം സഹജമായി ആകുന്നു. ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് ബാബ്ദാദ സർവശക്തികളും വരദാനമായി നൽകിയിട്ടുണ്ട്. ടൈറ്റിൽ തന്നെ മാസ്റ്റർ സർവശക്തിവാൻ എന്നാണ്. ഒരു സ്ലോഗൻ ഓർമ്മ വയ്ക്കുകയേ വേണ്ടൂ. അഥവാ 1 മാസത്തിൽ സമാനം ആവുക തന്നെ വേണം എങ്കിൽ ഒരു സ്ലോഗൻ ഓർമ്മ വയ്ക്കണം. വാഗ്ദാനത്തിൻ്റെതാണ്. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. ചിലർ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ദുഃഖം നൽകിയില്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷേ വളരെ സഹജമായി എടുക്കുന്നു. കാരണം എടുക്കുന്നു എന്നാകുമ്പോൾ മറ്റൊരാൾ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വയം തന്നെ സ്വതന്ത്രമാക്കുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, മറ്റുള്ളവരാണ് നൽകിയത്. എന്നാൽ എന്തിന് എടുത്തു? എടുക്കുന്നവർ താങ്കളാണോ അതോ നൽകുന്നവരാണോ? നൽകുന്നവർ തെറ്റ് ചെയ്തു. അത്
ബാബയ്ക്കും ഡ്രാമയ്ക്കും അറിയാം അതിൻ്റെ കണക്കുകൾ. എന്നാൽ താങ്കൾ എടുത്തത് എന്തുകൊണ്ട്? ബാബ്ദാദ റിസൾട്ടിൽ കണ്ടത് ഇതാണ്: നൽകുന്നതിൽ പിന്നെയും ചിന്തിക്കുന്നു, എന്നാൽ വളരെ വേഗം എടുക്കുന്നു. അതിനാൽ സമാനമാകുവാൻ സാധിക്കില്ല. എടുക്കുവാൻ പാടില്ല. ഇല്ലെങ്കിൽ ഫീലിംഗിൻ്റെ രോഗം വർദ്ധിച്ചു വരും. എത്ര തന്നെ നൽകിയാലും എടുക്കുവാൻ പാടില്ല. ഇല്ലെങ്കിൽ ഫീലിംഗിൻ്റെ രോഗം വർദ്ധിച്ചു വരും. അതിനാൽ അഥവാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫീലിംഗ് വർദ്ധിക്കുകയാണെങ്കിൽ വേസ്റ്റ് തോട്ട്സ് ഇല്ലാതാവുക സാധ്യമല്ല. പിന്നെ ബാബയുടെ കൂടെ എങ്ങനെ പോകും? ബാബയ്ക്ക് സ്നേഹമുണ്ട്. ബാബയ്ക്ക് താങ്കളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കൂടെ കൊണ്ടുപോവുക തന്നെ വേണം. സമ്മതമാണോ? ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണെങ്കിൽ കൈ ഉയർത്തൂ. പിന്നാലെ പിന്നാലെ അല്ലല്ലോ വരേണ്ടത്. അഥവാ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നൽകേണ്ടി തന്നെ വരും. 1 മാസം എല്ലാവരും അഭ്യസിക്കൂ. ദുഃഖം എടുക്കരുത്, ദുഃഖം കൊടുക്കരുത്. ഇത് പറയരുത്: ഞാൻ നൽകിയില്ല, അവർ എടുത്തു. ചിലതൊക്കെ സംഭവിക്കുന്നു. പരദർശനം നടത്തരുത്, സ്വദർശനം. എനിക്ക് അർജുനൻ ആകണം. നോക്കൂ, ബാബ്ദാദ റിപ്പോർട്ടിൽ കണ്ടു. സന്തുഷ്ടതയുടെ റിപ്പോർട്ട് ഇപ്പോൾ മെജോറിറ്റിക്കും ഉണ്ടായിരുന്നില്ല. അതിനാൽ ബാബ്ദാദ വീണ്ടും 1 മാസത്തേക്ക് അണ്ടർലൈൻ ചെയ്യിക്കുന്നു. അഥവാ 1 മാസം അഭ്യാസം ചെയ്തുവെങ്കിൽ ശീലം ഉണ്ടാകും. ശീലം ഇടണം. ലഘുവായി വിട്ടുകളയരുത്. ഇതൊക്കെ നടക്കുന്നവ തന്നെയാണ്. ഇത്രയും മതിയാകും. പാടില്ല. അഥവാ ബാബ്ദാദയോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിന് പിന്നാലെ സ്നേഹം കാരണം കേവലം ഒരു ക്രോധമാകുന്ന വികാരത്തെ ബലിയർപ്പണം ചെയ്യുവാൻ സാധിക്കില്ലേ? ബലിയർപ്പണത്തിൻ്റെ അടയാളമാണ് ആജ്ഞ അംഗീകരിക്കുന്നവർ. വ്യർത്ഥ സങ്കല്പം അന്തിമ നിമിഷത്തിൽ വളരെയധികം ചതി ചെയ്യിക്കാം. കാരണം 4 ഭാഗത്തും ദുഃഖത്തിൻ്റെ വായുമണ്ഡലം, പ്രകൃതിയുടെ വായുമണ്ഡലം, ആത്മാക്കളുടെ വായുമണ്ഡലം തൻ്റെ നേർക്ക് ആകർഷിക്കുന്നവ ആയിരിക്കും. അഥവാ വേസ്റ്റ് തോട്ട്സിൻ്റെ ശീലമുണ്ടായിരിക്കുമെങ്കിൽ വേസ്റ്റിൽ തന്നെ കുടുങ്ങിപ്പോകും. അപ്പോൾ ഇന്ന് ബാബ്ദാദയുടെ വിശേഷ ധൈര്യത്തിൻ്റെ സങ്കല്പം ഇതാണ്: വിദേശത്ത് കഴിയുന്നവരായാലും ഭാരതത്തിൽ കഴിയുന്നവരായാലും ഒരു ബാബ്ദാദയുടെ കുട്ടികളാണ്. അപ്പോൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾ ധൈര്യവും ദൃഢതയും വെച്ച് സഫലതാമൂർത്തിയായി വിശ്വത്തിൽ ഇത് അനൗൺസ് ചെയ്യണം: കാമമില്ല, ക്രോധമില്ല, നമ്മൾ പരമാത്മാവിൻ്റെ കുട്ടികളാണ്. മറ്റുള്ളവരെ കൊണ്ട് മദ്യം ഉപേക്ഷിപ്പിക്കുന്നു, ബീഡി ഉപേക്ഷിപ്പിക്കുന്നു. എന്നാൽ ബാബ്ദാദ ഇന്ന് ഓരോ കുട്ടിയെ കൊണ്ടും ക്രോധമുക്തവും കാമവികാരമുക്തവും ഇവ രണ്ടിൻ്റെയും ധൈര്യം വരുത്തി സ്റ്റേജിൽ വിശ്വത്തിന് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണോ? ദാദിമാർക്ക് ഇഷ്ടമാണോ? ആദ്യത്തെ ലൈനിലുള്ളവർക്ക് ഇഷ്ടമാണോ? മധുബനിലുള്ളവർക്ക് ഇഷ്ടമാണോ? മധുബനിലുള്ളവർക്കും ഇഷ്ടമാണ്. ഫോറിനിൽ ഉള്ളവർക്കും ഇഷ്ടമാണോ? അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യുന്നത് വലിയ കാര്യമാണോ? ബാബ്ദാദയും എക്സ്ട്രാ കിരണങ്ങൾ നൽകും. ഇങ്ങനെയുള്ള മോഡൽ കാണപ്പെടണം. ഇവർ ആശീർവാദങ്ങൾ നൽകുകയും ആശീർവാദങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണ പരിവാരമാണ്. കാരണം സമയവും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയുടെ അടുത്താണെങ്കിൽ അഡ്വാൻസ് പാർട്ടിയിലുള്ളവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള വിളിയുണ്ട്. മായയും ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കും മുക്തി നൽകൂ എന്ന് അതും ആഗ്രഹിക്കുന്നു. മുക്തി നൽകുന്നുണ്ട്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അല്പം സൗഹൃദം വയ്ക്കുന്നു. കാരണം 63 ജന്മം സുഹൃത്ത് ആയിരുന്നല്ലോ. അപ്പോൾ ബാബ്ദാദ പറയുന്നു: ഹേ മാസ്റ്റർ മുക്തിദാതാവേ,
ഇപ്പോൾ എല്ലാവർക്കും മുക്തി നൽകൂ. കാരണം മുഴുവൻ വിശ്വത്തിനും എന്തെങ്കിലുമൊക്കെ പ്രാപ്തിയുടെ അഞ്ജലി നൽകേണ്ടതുണ്ട്. എത്ര കാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സമയത്ത് സമയം താങ്കളുടെ സഹചാരിയാണ്. സർവ ആത്മാക്കൾക്കും മുക്തിയിലേക്ക് പോവുക തന്നെ വേണം. സമയമാണ്. മറ്റു സമയങ്ങളിൽ അഥവാ താങ്കൾ പുരുഷാർത്ഥം ചെയ്താലും സമയമല്ല. അതിനാൽ താങ്കൾക്ക് നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ സമയമാണ്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ആദ്യം സ്വയം തനിക്ക് മുക്തി നൽകൂ. പിന്നെ വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും മുക്തി നൽകുന്നതിൻ്റെ അഞ്ജലി നൽകൂ. അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് ദുഃഖിതരുടെ വിളിയുടെ ശബ്ദം വരുന്നില്ലേ? അഥവാ സ്വയം തന്നിൽ തന്നെ ബിസിയായിരിക്കുകയാണെങ്കിൽ ശബ്ദം കേൾക്കപ്പെടുകയില്ല. വീണ്ടും വീണ്ടും ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖിതരുടെ മേൽ അല്പം ദയ കാണിക്കൂ. ഇപ്പോൾ മുതൽ ദയാലുവിൻ്റെയും കൃപാലുവിൻ്റെയും മേഴ്സിഫുള്ളിൻ്റെയും സംസ്കാരം വളരെ കാലത്തേത് നിറയ്ക്കുകയില്ലെങ്കിൽ താങ്കളുടെ ജഡചിത്രത്തിൽ മേഴ്സിഫുള്ളിൻ്റെ കൃപയുടെ കാരുണ്യത്തിൻ്റെ ദയയുടെ വൈബ്രേഷൻ എങ്ങനെ നിറയും? ഡബിൾ ഫോറിനേഴ്സ് മനസ്സിലാക്കുന്നു. താങ്കളും ദ്വാപരയിൽ മേഴ്സിഫുള്ളായി തൻ്റെ ജഡചിത്രങ്ങളിലൂടെ എല്ലാവർക്കും മേഴ്സി നൽകുമല്ലോ. താങ്കളുടെ ചിത്രമാണല്ലോ, അതോ ഇന്ത്യയിലുള്ളവരുടേത് മാത്രമാണോ? നമ്മുടെ ചിത്രമാണ് എന്ന് ഫോറിനേഴ്സ് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ചിത്രം എന്താണ് നൽകുന്നത്? ചിത്രങ്ങളുടെ അടുക്കൽ പോയി എന്താണ് യാചിക്കുന്നത്? മേഴ്സി മേഴ്സി എന്ന് ധ്വനി മുഴക്കുന്നു. അതിനാൽ ഇപ്പോൾ സംഗമത്തിൽ താങ്കൾ ദ്വാപര കലിയുഗത്തിൻ്റെ സമയത്തേക്ക് വേണ്ടി തൻ്റെ ജഡചിത്രങ്ങളിൽ വായുമണ്ഡൽ നിറയ്ക്കുമ്പോഴാണ് താങ്കളുടെ ജഡചിത്രങ്ങളിലൂടെ അനുഭവം നേടുന്നത്. ഭക്തരുടെ മംഗളം ഉണ്ടാകുമല്ലോ. ഭക്തരും താങ്കളുടെ വംശാവലിയാണല്ലോ. താങ്കൾ ഏവരും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ സന്താനമാണ്. അപ്പോൾ ഭക്തരാണ്. ദുഃഖിതരാണെങ്കിലും താങ്കളുടെ തന്നെ വംശാവലിയാണ്. അപ്പോൾ താങ്കൾക്ക് ദയ വരുന്നില്ലേ? വരുന്നുണ്ട്. എന്നാൽ കുറച്ചൊക്കെ മറ്റെവിടെയോ ബിസിയായി പോകുന്നു. ഇപ്പോൾ സ്വന്തം പുരുഷാർത്ഥത്തിൽ സമയം കൂടുതൽ വിനിയോഗിക്കാതിരിക്കൂ. നൽകുന്നതിൽ വിനിയോഗിക്കൂ. അപ്പോൾ നൽകുന്നത് നേടുന്നതായി മാറും. ചെറിയ ചെറിയ കാര്യങ്ങളല്ല. മുക്തി ദിവസം ആഘോഷിക്കൂ. ഇന്നത്തെ ദിവസം മുക്തി ദിവസമായി ആഘോഷിക്കൂ. ശരിയാണോ? ആദ്യത്തെ ലൈൻ ശരിയാണോ? മധുബനിലുള്ളവർ ശരിയാണോ? ഇന്ന് മധുബനിലുള്ളവർ വളരെ പ്രിയമായി തോന്നുകയാണ്. കാരണം മധുബനെ വളരെ വേഗത്തിൽ ഫോളോ ചെയ്യുന്നു. ഓരോ കാര്യത്തിലും മധുബനെ വേഗം ഫോളോ ചെയ്യുന്നു. അപ്പോൾ മധുബനിലുള്ളവർ മുക്തി ദിവസം ആഘോഷിക്കുകയാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യും. മധുബൻ നിവാസികളായ താങ്കൾ ഏവരും മാസ്റ്റർ മുക്തിദാതാവാകണം. ആകണമോ? എല്ലാവരും കൈ ഉയർത്തുന്നു. ശരി, വളരെ പേരുണ്ട്. ശരി, ഇപ്പോൾ ബാബ്ദാദ എല്ലാവർക്കും ഇവിടെ മുന്നിലിരിക്കുകയാണെങ്കിലും ദേശവിദേശങ്ങളിൽ ദൂരെ ഇരുന്നു കൊണ്ട് കേൾക്കുകയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാ കുട്ടികളെയും ഡ്രിൽ ചെയ്യിക്കുകയാണ്. എല്ലാവരും റെഡിയായി കഴിഞ്ഞു. എല്ലാ സങ്കല്പങ്ങളും മെർജ് ചെയ്യൂ. ഇപ്പോൾ ഒരു സെക്കൻഡിൽ മനോബുദ്ധിയിലൂടെ തൻ്റെ സ്വീറ്റ് ഹോമിൽ എത്തിച്ചേരൂ. ഇപ്പോൾ പരംധാമത്തിൽ നിന്നും തൻ്റെ സൂക്ഷ്മവദനത്തിൽ എത്തിച്ചേരൂ. ഇപ്പോൾ സൂക്ഷ്മവദനത്തിൽ നിന്നും സ്ഥൂല സാകാരവദനത്തിൽ തൻ്റെ രാജ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരൂ. ഇപ്പോൾ തൻ്റെ പുരുഷോത്തമ സംഗമയുഗത്തിൽ എത്തിച്ചേരൂ. ഇപ്പോൾ മധുബനിലേക്ക് വരൂ. ഇങ്ങനെ വീണ്ടും വീണ്ടും സ്വദർശന ചക്രധാരിയായി ചക്രം കറക്കിക്കൊണ്ടിരിക്കൂ. ശരി,
നാല് ഭാഗത്തുമുള്ള ലൗലിയും ലക്കിയുമായ കുട്ടികൾക്ക് സദാ സ്വരാജ്യത്തിലൂടെ സ്വപരിവർത്തനം ചെയ്യുന്ന രാജാക്കന്മാരായ കുട്ടികൾക്ക് സദാ ദൃഢതയിലൂടെ സഫലത പ്രാപ്തമാക്കുന്ന സഫലതയുടെ നക്ഷത്രങ്ങൾക്ക് സദാ സന്തുഷ്ടമായിരിക്കുന്ന ഭാഗ്യശാലികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ ഇന്നത്തെ ജന്മദിനത്തിൻ്റെ ബാബയുടെയും കുട്ടികളുടെയും ബർത്ത്ഡേയുടെ വളരെ വളരെയധികം ആശംസകൾ, ആശീർവാദങ്ങൾ, സ്നേഹസ്മരണകൾ. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കുട്ടികൾക്ക് നമസ്തേ. വരദാനം: വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവരായി മനസ്സിലാക്കി സമയത്തിൻ്റെയും ശക്തികളുടെയും ഇക്കോണമി ചെയ്യുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. വിശ്വത്തിലെ സർവ ആത്മാക്കളും ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കളുടെ പരിവാരമാണ്. എത്ര വലിയ പരിവാരമായിരിക്കുമോ അത്രയും തന്നെ ഇക്കോണമിയുടെ ചിന്ത വയ്ക്കുന്നു. അപ്പോൾ സർവ ആത്മാക്കളെയും മുന്നിൽ വെച്ചുകൊണ്ട് സ്വയം തന്നെ പരിധിയില്ലാത്ത സേവാർത്ഥം നിമിത്തമായി മനസ്സിലാക്കി തൻ്റെ സമയത്തെയും ശക്തികളെയും കാര്യത്തിൽ വിനിയോഗിക്കൂ. തനിക്ക് വേണ്ടി മാത്രം സമ്പാദിച്ചു, കഴിച്ചു, പാഴാക്കി ഇങ്ങനെ അലക്ഷ്യരാകരുത്. സർവ ഖജനാവുകളുടെയും സേവിങ്സ് ഉണ്ടാക്കൂ. മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ എന്ന വരദാനം സ്മൃതിയിൽ വച്ച് സമയത്തിൻ്റെയും ശക്തിയുടെയും സ്റ്റോക്ക് സേവനത്തെ പ്രതി ശേഖരിക്കൂ. സ്ലോഗൻ: ആരുടെ സങ്കല്പത്തിലൂടെയും വാക്കിലൂടെയും സർവർക്കും വരദാനങ്ങളുടെ പ്രാപ്തി ഉണ്ടാകുന്നത് അവരാണ് മഹാദാനി. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. താങ്കളുടെ സൂക്ഷ്മ ശക്തികളായ മന്ത്രിയെ അഥവാ മഹാമന്ത്രിയെ, അതായത് മനസ്സിനെയും ബുദ്ധിയെയും തൻ്റെ ഓർഡർ അനുസരിച്ച് നടത്തിക്കൂ. അഥവാ ഇപ്പോൾ മുതൽ രാജ്യ ദർബാർ ശരിയായിരിക്കുമെങ്കിൽ ധർമ്മരാജൻ്റെ ദർബാറിൽ പോവുകയില്ല. ധർമ്മരാജനും സ്വാഗതം ചെയ്യും. എന്നാൽ അഥവാ കൺട്രോളിംഗ് പവർ ഇല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിൽ ഫൈൻ അടയ്ക്കുന്നതിനായി ധർമ്മരാജപുരിയിൽ പോകേണ്ടി വരും. ഈ ശിക്ഷകളാണ് ഫൈൻ. റിഫൈൻ ആകൂ, അപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരില്ല. ഓം ശാന്തി. ഇന്ന് മാസത്തെ 3-ാമത്തെ ഞായറാഴ്ച. എല്ലാ രാജയോഗി തപസ്വി സഹോദരി സഹോദരന്മാർ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് യോഗ അഭ്യാസത്തിൻ്റെ സമയത്ത് ഭക്തരുടെ വിളി കേൾക്കുകയും തൻ്റെ ഇഷ്ടദേവ ദയാഹൃദയ ദാതാ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവരുടെ മനോകാമനകൾ പൂർത്തീകരിക്കുന്ന സേവ ചെയ്യൂ. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുപമമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്.
സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.